തുറവൂർ പഞ്ചായത്തിലെ NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP സംസ്ഥാന വക്താവ് PR ശിവശങ്കരൻ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുറവൂരിലെ മുൻ CPM ലോക്കൽ സെക്രട്ടറി BJPയിൽ ചേർന്നു. തുറവൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നൂറുകണക്കിന് BJP പ്രവർത്തകർ പങ്കെടുത്ത ബൈക്ക് റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന വക്താവ് PR ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വികസനത്തിന്റെ മന്ത്രമോതുന്ന ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും സ്ഥിതി എന്താ? ഇവരെങ്ങനെ വികസനത്തിന്റെ നായകന്മാരാകും? നമുക്കറിയാം, 2014 മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന കോൺഗ്രസ് 10 വർഷം നിരന്തരം ഭരിച്ചു. അതിനു മുൻപ് UPA സർക്കാർ എന്ന് പേരിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരെ പിന്തുണച്ചിരുന്നു. ആദ്യത്തെ 5 വർഷം അത്തരം ഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെ സ്ഥിതി എന്തായി? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സിലാക്കേണ്ടത് 2014 നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോ ഫ്രജൈൽ 5 തകരുന്ന 5 രാജ്യം, ആ 5 രാജ്യത്തിലെ സ്ഥിതിയായിരുന്നു. 5ാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ. ആഫ്രിക്കയിലെ തകരുന്ന രാജ്യങ്ങൾ പോലെ, ആഫ്രിക്കയിലെ തകർന്ന് പട്ടിണിയായ രാജ്യങ്ങൾക്ക് തൊട്ടടുത്ത 5ാം സ്ഥാനത്ത് തകരുന്ന രാജ്യമായി കണക്കാക്കിയിരുന്നു ഇന്ത്യയെ വേൾഡ് ബാങ്കും അതുപോലെ തന്നെ IMFും പോലുള്ള സ്ഥാപനങ്ങൾ. തുറവൂർ പഞ്ചായത്ത് കിഴക്കൻ മേഖല പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ BDJS ജില്ലാ പ്രസിഡന്റ് T അനിയപ്പൻ, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK വിനോയ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് രാജ്, മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി L പത്മകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുറവൂർ കൊല്ലങ്കവലയിൽ BJP തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് അപ്രതീക്ഷിതമായി അരവിന്ദനെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ സദസ്സിലേക്ക് ആനയിച്ചത്. സദസ്സിലെത്തിയ അരവിന്ദാക്ഷനെ പ്രവർത്തകർ ഷാൾ അണിയിച്ചും BJP പതാക നൽകിയുമാണ് സ്വീകരിച്ചത്. തുടർന്ന് BJP സംസ്ഥാന വക്താവ് PR ശിവശങ്കരൻ രചിച്ച ചെഗുവേര വാഴ്ത്തും വാസ്തവവും എന്ന പുസ്തകവും അരവിന്ദാക്ഷന് നൽകി.